ദനഹാ പെരുന്നാളിനെ കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിവരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിൻ്റെ ജനനവും മാമുദീസായും ചേർന്ന് ഒറ്റ പെരുന്നാളായിട്ടാണ് ആഘോഷിച്ചു കൊണ്ടിരുന്നത്. എപ്പിഫണി അല്ലെങ്കിൽ ദനഹ എന്നായിരുന്നു ആ പെരുന്നാളിൻ്റെ പേര്. ദിനാഹ് എന്ന് പറഞ്ഞ സുറിയാനി ധാതുവിൽ നിന്നാണ് ദനഹ എന്ന് പറഞ്ഞ പദം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഉദയം എന്നാണ്. ഉദയത്തിൻ്റെ പെരുന്നാളാണ്. കേരളത്തിൽ ഈ പെരുന്നാളിനെ രണ്ട് പേരുകളാണ് പറയുന്നത്. ഒന്ന് രാക്കുളി പെരുന്നാളും ഒന്ന് പിണ്ടിപ്പെരുന്നാളും. മശിഹായുടെ മാമോദീസായി അനുസ്മരിച്ച് അടുത്തുള്ള കുളങ്ങളിലോ നദികളിലോ ക്രിസ്ത്യാനികൾ കൂട്ടമായി ചെല്ലുകയും തലേദിവസം രാത്രിയോ അല്ലെങ്കിൽ വെളുപ്പിന് കുർബാനയ്ക്ക് മുമ്പോ ഈ നദിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മാമോദീസയെ അനുസ്മരിച്ചുകൊണ്ട് ഈ കുളങ്ങളിൽ മുങ്ങിക്കുളിച്ച ശേഷം ആ ഈറനോടുകൂടി പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് ഈ പെരുന്നാളിനെ രാക്കുളി പെരുന്നാൾ എന്നൊരു പേരുണ്ടായത്. എനിക്ക് തോന്നുന്നത് അങ്കമാലിക്ക് തെക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് രാക്കുളി പെരുന്നാൾ എന്നുള്ള പേര് കൂടുതൽ പ്രചാരത്തിൽ ആയിരിക്കുന്നത്. അങ്കമാലിക്ക് വടക്കോട്ട് കുന്നംകുളം വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പെരുന്നാളിനെ പിണ്ടിപ്പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഈ അങ്ങാടികൾ, ഈ കുന്നംകുളം പട്ടണം എന്ന് പറഞ്ഞ 4 അങ്ങാടികളാണല്ലോ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. തെക്കേ അങ്ങാടി, കിഴക്കേ അങ്ങാടി, വടക്കേ അങ്ങാടി, പടിഞ്ഞാറ് അങ്ങാടി. അപ്പൊ ഈ അങ്ങാടികൾ തമ്മിലും ഒരു മത്സരം ഉണ്ടായിരുന്നു അല്ലെ? പിണ്ടി കുത്തുന്നതിനകത്തും ഉണ്ട്, ഈ കരിമരുന്ന് പ്രയോഗങ്ങൾക്കകത്തും ഉണ്ട്. പണ്ട് അങ്ങാടി ഒരു തലക്കിൽ നിന്ന് തീ പിടിച്ചാൽ അങ്ങേ അറ്റം വരെ പക്ഷേ ഒരിക്കലും ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല പിണ്ടിപ്പെരുന്നാളിന് മരുന്ന് കത്തിക്കലോ. ഈ തീ കൊണ്ടുള്ള കളിയാണല്ലോ പിണ്ടിപ്പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വീട് പോലും കത്തിയതായിട്ട് കേട്ടിട്ടില്ല. ഓലപ്പരകളാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. എല്ലാം ഓലപ്പരകളാണ്. അതും തൊട്ട് 3 നിലയുള്ള വീടും ഓലപ്പരയാണ്, 1 നിലയുള്ള വീടും ഓലപ്പരയാണ്. ഈ വീടുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 1.5 അടിയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വീട് കത്തിയാൽ ഈ ഒരിക്കൽ പോലും പിണ്ടിപ്പെരുന്നാളിന് ഈ അങ്ങാടിക്ക് തീ പിടിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങാടി പെരുന്നാളിന് തീ കത്തിക്കുന്ന അന്നേ ദിവസം ഏറ്റവും കൂടുതൽ കരിമരുന്ന് ഈ അങ്ങാടി കത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ജനത്തിന്റെ വിശ്വാസമാണ്, അതിൻ്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ തമ്പുരാന്റെ കൃപയുമാണ് ഈ കത്താതിരിക്കുന്നതെന്ന എൻ്റെ വിശ്വാസം. പിന്നീട് വീണ്ടും അന്ന് സന്ധ്യയ്ക്ക് ഒരു 3 മണിയോട് കൂടി 4 മണിയോട് കൂടി കൊടിയും കുരിശ്, പള്ളിയിലെ കൊടിയും കുരിശ് ഇറങ്ങുന്നതിന് ഈ ദിവസം ഈ അമ്പലപ്പള്ളിയിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ഉള്ള ഒരു കൊടിയും കുരിശും പ്രദക്ഷിണമുണ്ട്. അമ്പലപ്പള്ളി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. കാരണം കുന്നംകുളത്തെ പ്രധാന പെരുന്നാളുകളായിരുന്ന പല പെരുന്നാളുകളുണ്ട്. പക്ഷെ അതിലൊരു പെരുന്നാൾ പഴയ പള്ളിയിലെ ഈ ദനഹ പെരുന്നാളായിരുന്നു. പക്ഷെ അമ്പലപ്പള്ളി വന്നപ്പോൾ കാർത്തിക വിളക്കിനോട് ചേർന്ന് അമ്പലമായിരുന്നു. പള്ളിയിലാക്കിയപ്പോൾ ഈ കാർത്തിക വിളക്കിന്റെ വിളക്കുകൾ കത്തിക്കുന്ന ഭംഗി പള്ളിക്ക് ഈ തിരികൾ ഉള്ളതിനാൽ ഈ തിരിയെല്ലാം കത്തിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതിനാൽ ഈ പെരുന്നാൾ അമ്പലപ്പള്ളിയുടെ പെരുന്നാളായി മാറി. അമ്പലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള സംഭവമാണ്. എൻ്റെ ഇടവകയാണ് അമ്പലപ്പള്ളി. ഈ ശക്തൻ തമ്പുരാൻ മണക്കുളം കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന വഴിക്ക് ഒരു അമ്പലം പൂട്ടിക്കിടക്കുന്നതായി കാണുകയാണ്. അപ്പോൾ ചോദിച്ച സമയത്ത് അത് ശക്തൻ തമ്പുരാൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള അമ്പലമാണ്. പക്ഷേ ആ മേഖലയിലെല്ലാം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൊടുത്ത പട്ടണങ്ങളായതിനാൽ അവിടെ ആരും ആരാധന നടത്തുന്നില്ല എന്ന് കേട്ടു. ആ അങ്ങാടിയിലുള്ള ക്രിസ്ത്യാനികൾക്ക് ആരാധന നടത്താനായിട്ട് ഒരു ദേവാലയം ഇല്ലാത്തപ്പോൾ ഈ അമ്പലത്തെ ഒരു ക്രൈസ്തവ ദേവാലയമാക്കി തമ്പുരാൻ അവിടെ വെച്ച് തന്നെ ഒരു ഓല ചാർത്തിക്കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ അമ്പലം പള്ളിയായിട്ട് കൺവെർട്ട് ചെയ്യുകയും അതിന് അമ്പലപ്പള്ളി എന്നുള്ള പേര് വരികയും ചെയ്തു. പണ്ട് കാലത്ത് എൻ്റെ ഓർമ്മയിൽ ആ മരത്തിൻ്റെ ഭാഗങ്ങൾ ചിലതെല്ലാം മാറ്റി അവിടെയെല്ലാം ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫെറോസിമെൻറ്റിൻ്റെ വന്നിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിന് ചുറ്റും ആ നിർമ്മിതി ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. കാർത്തിക വിളക്ക് കത്തിക്കാനുള്ള കുറേ ചിരാതുകൾ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തെളിയിക്കുമ്പോൾ താഴെ കൽച്ചിരാതും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കത്തിക്കുമ്പോൾ 1000 വിളക്ക് കത്തിക്കുന്ന പ്രതീതി അമ്പലത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അമ്പലപ്പള്ളിക്ക് ഈ പെരുന്നാള് കിട്ടിയത്, ചാർത്തി കൊടുത്തത്. ജനുവരി 5, 6 പെരുന്നാൾ അമ്പലപ്പള്ളിയുടെ പെരുന്നാളായിരിക്കട്ടെ, എന്നാൽ അത് കുന്നംകുളം പട്ടണത്തിന്റെ മുഴുവൻ പെരുന്നാളായിട്ട് മാത്രമല്ല ഈ പഴയ പള്ളിയിലേക്ക് ഇപ്പോഴും അതിന്റെ പെരുന്നാളിന്റെ പ്രദക്ഷിണം ഇങ്ങോട്ട് വരുന്നത് ആ പഴയ ഓർമ്മയെ ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ചാട്ടുകുളങ്ങര അങ്ങാടിയും എല്ലാ അങ്ങാടിയിലും ഈ പെരുന്നാള് പിണ്ടി പെരുന്നാളായിട്ട് ആഘോഷിച്ചിരുന്നു. ഈ പെരുന്നാൾ പള്ളിയുടെ പെരുന്നാളിനേക്കാൾ ഉപരി ഓരോ വീടിന്റെ പെരുന്നാളാണ്.
ഓരോ വീടുകളും എല്ലാ വീടുകളും ഭാഗവാക്കാണ്. എവിടെയൊക്കെ ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ അവരെല്ലാം വീടിന്റെ മുന്നിൽ ഈ പിണ്ടിപ്പെരുന്നാൾ കൊണ്ടാടാനായിട്ട് പിണ്ടി കത്തിച്ചു വെക്കുകയും രക്ഷകന്റെ വരവിനെ, രക്ഷകന്റെ ഉദയത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കുടയിലും തൃശ്ശൂരെല്ലാം അലങ്കാര വസ്തുക്കളായിട്ട് ഈ തീയനേക്കാൾ ഉപരിയായിട്ട് മറ്റേ കൊടികളാണ്. കൊടിയും അലങ്കാര വസ്തുക്കൾ വേറെ പലതുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കൊടികളാണ് കൂടുതലും കാണുന്നത്. തൃശ്ശൂർ കൽദായ സുറിയാനി സഭയ്ക്ക് പിണ്ടിപ്പെരുന്നാളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള പേർഷ്യൻ കൾച്ചർ, പേർഷ്യൻ സഭ എന്ന് പറഞ്ഞതിൻ്റെ പുതിയ ഇപ്പോഴുള്ള പതിപ്പ് നമ്മുടെ തൃശ്ശൂരുള്ള അപ്രയം തിരുമേനിയുടെയും ഇപ്പോഴുള്ള ഔഗേൻ തിരുമേനിയുടെയും യോഹന്നാൻ തിരുമേനിയുടെയും ഒക്കെ ചർച്ചാണ്. അവർക്കും പിണ്ടിപ്പെരുന്നാളുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുമ്പ് വരെ അവര് ഈ ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ജനുവരി 19 പിണ്ടിപ്പെരുന്നാൾ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ അവരും ഈ കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ച് ജനുവരി 6 തന്നെയാണ് പിണ്ടിപ്പെരുന്നാൾ നടത്തുന്നത്. എല്ലാ സഭകളും ജൂലിയൻ കലണ്ടർ സ്വീകരിച്ചു. ക്രിസ്മസും ഡിസംബർ 25 വന്നു. ഇപ്പൊ മറ്റേത് ജനുവരി 7 ആയിരുന്നു പിണ്ടിപ്പെരുന്നാൾ. ഇവിടെ നമ്മൾ പിണ്ടിപ്പെരുന്നാൾ നടത്തുമ്പോൾ അവര് ക്രിസ്മസ് ആണ് ആ സമയത്ത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ തൃശ്ശൂർ സഭ പിണ്ടിപ്പെരുന്നാളിന് കൊലച്ച പിണ്ടികളാണ് അവർ കുത്തുന്നത്. ആ കൊലയോടുകൂടി തന്നെയാണ് തൃശ്ശൂരെ പള്ളികളിലെല്ലാം, വീടുകളിലെല്ലാം കണ്ടിരിക്കുന്നത്. വലിയ കാഴ്ചക്കൊലയോടുകൂടി പിണ്ടി കുത്തി അതിന് മുകളിൽ അലങ്കരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അവിടെയും മത്സരം തന്നെയുണ്ട്. ഏറ്റവും വലിയ പിണ്ടിക്കും ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിച്ച പിണ്ടിക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട് പള്ളിക്കകത്തും. പക്ഷെ ഇവിടെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും നടക്കുന്ന ഹൈറ്റ് കൂടിയ പിണ്ടി, അങ്ങനെ മത്സരങ്ങൾ വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അങ്കമാലി വരെ പോകുന്ന സമയത്ത് ചില ഒറ്റ വീടുകളിൽ, അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി വീടുകൾ അല്ലെങ്കിൽ പോലും പിണ്ടി കുത്തി വെച്ചിരിക്കുന്ന അങ്കമാലി വരെ കണ്ടിട്ടുണ്ട്. പിന്നീട് തെക്കൻ നാടുകളിലേക്ക് രാക്കുളി പെരുന്നാളാണ്. എനിക്ക് തോന്നുന്നു പാവാ തിരുമേനി, പൗലോസുദ്ദീൻ പാവാ തിരുമേനി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പിണ്ടിയുടെ മുകളിൽ ഈ ഒരു കിഴി കെട്ടിയിട്ട്, നെല്ലുകൊണ്ട് കിഴി കെട്ടിയിട്ട് പന്തം കെട്ടുമായിരുന്നു. എന്നിട്ട് അതിനു ചുറ്റും ഏൽപ്പയ്യ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പാട്ട് പാടി ചാടുമായിരുന്നു എന്ന് തിരുമേൻ്റെ ചെറുപ്പത്തിൽ കുട്ടികളൊരു കളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തെക്കൻ മേഖലയിലും ഈ ഏൽപ്പയ്യ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഈ ഏൽപ്പയ്യ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയിട്ട് ഈ രാക്കുളി പെരുന്നാളിനും കുട്ടികൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്, ഈ പാട്ട് ഏറ്റു ചെല്ലാറുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ദനഹ തിരുനാൾ അറിയപ്പെടുന്നത് രാക്കുളി തിരുനാൾ എന്നാണ്. പിറവം, മൂവാറ്റുപുഴ, പാല എന്നിവിടങ്ങളിലെ രാക്കുളി തിരുനാൾ ഏറെ പ്രശസ്തമാണ്. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ തിരുനാളിൽ സംബന്ധിക്കാൻ അനേകായിരങ്ങൾ തിരുനാൾ നാളുകളിൽ ഈ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇത് പാലാ രൂപതയുടെ ആസ്ഥാന ദേവാലയമായ പാലാ കത്തീഡ്രൽ ദേവാലയം. ഈ ദേവാലയത്തിലാണ് പ്രശസ്തമായ മലയുന്ത് നടത്തപ്പെടുന്നത്. ഈ ദേവാലയത്തിലെ ദനഹാവിശേഷങ്ങളിലേക്ക് ഏൽപ്പയ്യ പാടിക്കൊണ്ട് നമുക്ക് യാത്രയാകാം. കേരള ക്രൈസ്തവരുടെ ഇടയിൽ പ്രഖ്യാതമായ തിരുനാളാണ് ദനഹ രാക്കുളി തിരുനാൾ. വടക്കൻ കേരളത്തിൽ ഇത് പിണ്ടികുത്തി തിരുനാൾ എന്നും തെക്കൻ കേരളത്തിൽ രാക്കുളി തിരുനാളെന്നും അറിയപ്പെടുന്ന ഈ തിരുനാൾ മധ്യ കേരളത്തിൻ്റെ ഭാഗമായ പാലാ കത്തീഡ്രലിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിച്ചേർന്ന രൂപത്തിലാണ് നടത്തപ്പെടുക. ഈ തിരുനാളിനോടനുബന്ധിച്ച് ആയിരക്കണക്കായ ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ചടങ്ങാണ് മലയുന്തൽ പ്രദക്ഷിണം. പുൽക്കൂടിൻ്റെ പ്രതീകമായ മല താഴത്തെ പള്ളിയുടെ മോണ്ടളത്തിലാണ് പ്രതിഷ്ഠിക്കുക. തലേ ദിവസം എത്തിച്ചേരുന്ന പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപം 6-ാം തീയതിയിലെ പ്രധാന ചടങ്ങിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ തൊട്ട് മുൻപായി മലയുടെ ഭാഗത്ത് എത്തിച്ചേരുന്നു. മലയെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ മേഘക്കട്ടി എന്ന് പറയുന്ന ഭാഗത്ത് ദൈവപിതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ച മാലാഖമാരെയും ഈ മേഘത്തട്ടിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബെത്ലഹേമിലെ പുൽക്കുടിലിൽ പൂജാതനായ ഉണ്ണിയേശുവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും യോസേപ്പ് പിതാവിനെയും ഈ മലയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മ അനുസ്മരിപ്പിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ തിരുസ്വരൂപവും ഈ മലയിൽ വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപം പ്രദക്ഷിണമായി അവിടെ എത്തുമ്പോൾ 3 പ്രാവശ്യം ഉയർത്തി താഴ്ത്തി ആചാരം ചെയ്ത ശേഷം മലയിൽ ആ പൂജരാജാക്കന്മാരെ പ്രതിഷ്ഠിക്കുന്നു. മെൽക്കിയോർ, ബെൽത്തസാർ, ഗാസ്പർ എന്നീ 3 പൂജരാജാക്കന്മാരെ മലയിൽ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി പ്രധാന മലയുന്ത് പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആദ്യ മാതാപിതാക്കളെ പാപത്തിൻ്റെ ചതിയിൽ വീഴ്ത്തിയ സർപ്പത്തിൻ്റെ രൂപവും ഈ മലയിൽ ഉണ്ട്. ഉണ്ണീശോയെ കാണുവാനെത്തിയ ആട്ടിടയന്മാരെ അതിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഏറ്റവും മുൻപിൽ പഴയകാല ക്ഷേത്ര രൂപമായ ഒരു വ്യാളിയെയും നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ടൺ കണക്കിന് ഭാരമുള്ള ഈ മലയും ചുമന്നുകൊണ്ട് കെഴുതടിയൂർ കരക്കാർ പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും മുൻപിലായി നീങ്ങും. കപ്പലോട്ടം പോലെ 50 അടിയോളം മുൻപോട്ടോടി വീണ്ടും 50 അടിയോളം പുറകോട്ടോടി ഒരിടത്തും നിൽക്കാതെ മണിക്കൂറുകളോളം കൈകളിൽ ഉയർത്തി താഴ്ത്തി ഈ നടത്തുന്ന പ്രദക്ഷിണം ആയിരക്കണക്കായ ഭക്തജനങ്ങളെ പാലായിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പിൻപിലായി ഏതാണ്ട് 25ഓളം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ അടങ്ങിയ പേടകം പ്രദക്ഷിണത്തിൻ്റെ ഭാഗമാകുന്നു. ഏറ്റവും പിറകിലായി ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ ഈ ഇടവകയുടെ മധ്യസ്ഥനായ മാർ തോമസ് ലീഹയുടെ തിരുസ്വരൂപവും പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. പുതുതായി ഈ വർഷം മുതൽ ഈശോയുടെ ജ്ഞാനസ്നാനം സൂചിപ്പിക്കുന്ന തിരുസ്വരൂപവും ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. ഇങ്ങനെ ഈ തിരുനാൾ പ്രദക്ഷിണം പുതിയ പള്ളി ചുറ്റി കുരിശിൻതൊട്ടിയിലെത്തി അവിടെ ശിശുവധ പ്രദർശനത്തിന് ശേഷം പ്രദക്ഷിണം വീണ്ടും പഴയ പള്ളിയുടെ മുൻഭാഗത്ത് എത്തുമ്പോൾ ആ മല പഴയ പള്ളിയുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുന്നു. മലയിൽ നിന്ന് പൂജരാജാക്കന്മാരെ ആദ്യമേ കൊണ്ടുവന്ന് അവരുടെ പ്രത്യേക പേടകത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം പഴയ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നും ലതിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം പഴയ പള്ളിയുടെ തെക്കേ വാതിലിലൂടെയാണ് ഈ പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത്. ഈശോയുടെ ജനനവേളയിൽ ഹേരോദോസ് ഈശോയെ വധിക്കുവാനായി ആലോചന ചെയ്തപ്പോൾ മറ്റൊരു വഴിക്ക് തിരികെ പോകണമെന്നുള്ള മാലാഖയുടെ നിർദ്ദേശപ്രകാരം പൂജരാജാക്കന്മാർ വേറൊരു വഴിക്ക് താന്താങ്ങളുടെ നാട്ടിലേക്ക് പോയി എന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇപ്രകാരം ദേവാലയത്തിൻ്റെ തെക്കുവശത്തുള്ള ചെറിയ വാതിലിലൂടെ പൂജാരാജാക്കന്മാരുടെ മാത്രം തിരുസ്വരൂപം പുറത്തിറക്കി പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. അവിടെ നിന്നും മുകളിലത്തെ പള്ളിയിൽ നിന്നും എടുത്ത വിശുദ്ധ തിരുസ്വരൂപങ്ങളോടൊപ്പം ചേർത്ത് മുകളിലത്തെ പള്ളിയുടെ മുൻപിലുള്ള മോഡലത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രധാന പ്രദക്ഷിണം അവസാനിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മലയുന്ത് പ്രദക്ഷിണം എന്ന പേരിൽ ആയിരക്കണക്കിനായ ആളുകളെ ആകർഷിക്കുന്ന പാലാ കത്തീഡ്രൽ പള്ളിയുടെ ദനഹ രാക്കുളി തിരുനാളിൻ്റെ ഭാഗമായ മലയുന്ത് പ്രദക്ഷിണം. പാലാ രൂപതയുടെ ഭദ്രാസന ദേവാലയമാണ് സെൻറ് തോമസ് കത്തീഡ്രൽ. ഈ കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട തിരുനാളാണ് ദനഹ തിരുനാൾ, അല്ലെങ്കിൽ മറ്റിലറിയപ്പെടുന്ന രാക്കുളി തിരുനാൾ. ജനുവരി 6-ാം തീയതിയാണ് ദനഹ തിരുനാളായിട്ട് സഭ ആചരിക്കുന്നത്. ഈ തിരുനാൾ രാക്കുളി തിരുനാളെന്നും പിണ്ടികുത്തി തിരുനാളെന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ദേവാലയത്തിലെ ദനഹ അല്ലെങ്കിൽ രാക്കുളി തിരുനാൾ വളരെ പ്രശസ്തമാണ്. പുരാതന കാലം മുതൽ തന്നെ ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ തിരുനാളാണ് ദനഹ തിരുനാൾ. വളരെ പ്രശസ്തമാണ് ഈ തിരുനാൾ. അനേകം ആയിരങ്ങൾ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നു. ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ 5ഉം 6ഉം തീയതികളിലാണ്. ഒത്തിരി തിരുക്കർമ്മങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഈ തിരുനാളിൻ്റെ പിന്നിലുണ്ട്. അവയെല്ലാം കഥ സൂക്ഷിക്കുവാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ജനുവരി 5-ാം തീയതി 6-ാം തീയതിയും പ്രധാന തിരുനാളാണ് ആചരിക്കുമ്പോൾ
3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് നമുക്ക്. അത് പരമ്പരാഗതമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ടൗൺ കുരിശുപള്ളിയിൽ നിന്നുള്ള പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപം സംഭവിച്ചുകൊണ്ടുള്ള പള്ളിയിലേക്കുള്ള ആഘോഷമായ പ്രദക്ഷിണം. ആ പ്രദക്ഷിണം പള്ളിയിൽ മുൻഭാഗത്തെത്തുമ്പോൾ പഴയ പള്ളിയുടെ ഭാഗത്തു നിന്നും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം എത്തിച്ചേരുകയും അവിടെ വെച്ച് പൂജരാജാക്കന്മാരെ മാർത്തോമാ ശ്ലീഹ സ്വാഗതം ചെയ്യുന്നതും പരസ്പരം ആദരവ് പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ചടങ്ങ് ഉണ്ട്. അതിനുശേഷം തുടർന്ന് പ്രധാന പള്ളിയിൽ നിന്നും ഈശോയുടെ മാമോദിസ അനുസ്മരിപ്പിക്കുന്ന തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണം കുരിശുംതൊടിയിലെത്തുമ്പോൾ ആ 3 പ്രദക്ഷിണങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലിയ പള്ളി ചുറ്റി പ്രദക്ഷിണം സമാപിക്കുന്ന ഒരു ചടങ്ങാണ് 5-ാം തീയതി പ്രധാനമായിട്ടും ഉള്ളത്. 6-ാം തീയതിയിലെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. അന്നേ ദിവസം 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന. പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പ്രധാന കാർമ്മികത്വം വഹിക്കും. അത് ഉച്ച കഴിഞ്ഞ് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണമാണ്. ഈ തിരുനാൾ പ്രദക്ഷിണത്തിന് മലയുന്ത് എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യം നടക്കും. അതോടൊപ്പം തന്നെ പതിവായിട്ട് നടത്തുന്ന സ്റ്റേജിൽ നടത്തുന്ന ശിശുവധ ആവിഷ്കാരവും നടക്കുന്നുണ്ട്. ഈ തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം പണ്ട് പൂർവികർ ഈ ദനഹാ തിരുനാളിൽ അടുത്തുള്ള നദിയിൽ പോയി മുങ്ങിക്കുളിച്ചിരുന്നതായിട്ട് ഉള്ളൊരു പാരമ്പര്യമുണ്ട്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഏതാനും ചെറുപ്പക്കാർ ഈ തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം മീനിച്ചാറ്റിൽ ഇറങ്ങി മുങ്ങി കുളിക്കുന്നതായിട്ടുള്ള അനുസ്മരണവും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് രാക്കുളി എന്ന പേര് ലഭിക്കുവാനായിട്ട് ഇടയായതും. അങ്ങനെ ദനഹാ തിരുനാൾ, രാക്കുളി തിരുനാൾ കത്തീഡ്രലിൽ വളരെ സമുചിതമായ രീതിയിൽ ആഘോഷിക്കുന്ന വലിയ തിരുനാളാണ്. അനേകായിരങ്ങൾ ഈ തിരുനാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് അവർ സ്വീകരിച്ച ക്രൈസ്തവ മാമോദിസായെ ഓർമ്മിക്കുവാനും അതിലൂടെ ലഭിച്ചതായിട്ടുള്ള ക്രൈസ്തവ വ്യക്തിത്വവും തനിമയും ഓർമ്മിച്ചെടുത്ത് കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള വലിയ തീരുമാനവുമായിട്ടാണ് തിരുനാൾ ആഘോഷങ്ങൾ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നത്. പാല കത്തീഡ്രൽ ദേവാലയത്തിലെ ദനഹാ രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് ആയിരങ്ങളെ ആകർഷിക്കുന്ന, മനസ്സിലെ വേദന നിറയ്ക്കുന്ന ഒരു ചിത്രീകരണമാണ്, അനുഷ്ഠാനമാണ് ശിശുവധ പ്രദർശനം. ഈശോ ഭൂമിയിൽ അവതീർണനായപ്പോൾ തനിക്കൊരു ശത്രു ജനിച്ചുവെന്ന് ബോധ്യപ്പെട്ട ഹേറോദോസ് യേശുവിനെ വധിക്കുന്നതിനായി അതോടൊപ്പം 2 വയസ്സിൽ താഴെ പ്രായമുള്ള 100 കണക്ക് ശിശുക്കളെ വധിച്ചതിൻ്റെ ആ കരാള ഓർമ്മയെ, വേദനിപ്പിക്കുന്ന ഓർമ്മയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ ശിശുവധ പ്രദർശനം വേദിയിൽ അവതരിപ്പിക്കുക. ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ ശിശുവധ പ്രദർശനം ഇവിടെ തിരുനാളിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു. പഴയ കാലത്ത് പാസ് രൂപങ്ങൾ എന്നറിയപ്പെടുന്ന രൂപങ്ങൾ ഉപയോഗിച്ചാണ് ഹെറോദോസിനെയും മറ്റ് പട്ടാളക്കാരെയും ഒക്കെ അവതരിപ്പിച്ചിരുന്നത്. അത് കാണുന്നതിനായിട്ടും ആ സങ്കടകരമായ വേദന പങ്കിടുന്നതിനുമായിട്ടും ആയിരക്കണക്കായ അമ്മമാർ ആ സമയത്ത് വരികയും ഇത് കണ്ട് ചങ്കിനടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്തിരുന്ന പഴയ കാഴ്ചകൾ, ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയതായിട്ട് സ്റ്റേജിൽ ഇപ്പോൾ പ്രോഗ്രാമായിട്ടാണ് ഈ പ്രദക്ഷിണത്തിനിടയിൽ ഈ ആചാര അനുഷ്ഠാനം നമ്മൾ അവതരിപ്പിക്കുക. തലേ ദിവസം പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ അടങ്ങിയ പ്രദക്ഷിണം ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹേറോദോസിന്റെ ഭവനത്തിലേക്ക് പൂജരാജാക്കന്മാരെത്തി യേശു എവിടെയാണ് ജനിച്ചത് എന്ന് ആരായുന്നതിൻ്റെയും ആ ശിശുവിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് തനിക്ക് വിവരണം നൽകണമെന്ന് ഹേറോദോസ്
രാജാക്കന്മാരെ ചട്ടം കെട്ടിയതിൻ്റെയും ഒക്കെ ഓർമ്മ അനുസ്മരിപ്പിക്കുന്ന രംഗമാണ് ആദ്യമായി അവതരിപ്പിക്കുക. പിന്നീട് തിരുനാൾ പ്രദക്ഷിണം തുടരുമ്പോൾ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി പൂജരാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ച സമർപ്പിക്കുന്നതിൻ്റെ രംഗം അവതരിപ്പിക്കുന്നു. പിന്നീട് മൂന്നാമതായിട്ട് ഹേറോദോസ് പൂജരാജാക്കന്മാരാൽ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ശിശുക്കളെയും വധിക്കുവാനായിട്ട് ആജ്ഞാപിക്കുന്നതിൻ്റെ രംഗവും, ഏറ്റവും അവസാനമായി ഹേറോദോസിൻ്റെ ക്രൂരരായ പട്ടാളക്കാർ മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് കൊച്ചുകുട്ടികളെ തട്ടിപ്പറിച്ചെടുത്ത് നിഷ്ഠൂരം വധിക്കുന്നതിൻ്റെ രംഗവും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ശിശുവധ പ്രദർശനം ഇവിടെ പൂർണ്ണമാവുക. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും പ്രദർശിപ്പിക്കാത്ത ഈ രംഗങ്ങൾ കാണുന്നതിനും അതിലൂടെ ആദ്യമായി ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ ആയിട്ട് അമ്മമാരും ഇടവകക്കാരും അതോടൊപ്പം തന്നെ ധാരാളം ഭക്തജനങ്ങളും ഈ പ്രദർശനം കാണുവാനായിട്ട് എത്തിയിരുന്നു. ഈ ഇടവകയുടെ മാത്രം സവിശേഷതയായ ഈ ശിശുവധ പ്രദർശനവും ഈ പാലാ കത്തീഡ്രൽ രാക്കുളി തിരുനാളിന് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്ന 3 നദികൾ സംഗമിക്കുന്ന ഇടമാണ് മൂവാറ്റുപുഴ. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലം മുതൽ ഏറെ പ്രാധാന്യമുള്ള നഗരമായിരുന്നു മൂവാറ്റുപുഴ. ഇത് മൂവാറ്റുപുഴയിലെ ഹോളി മാഗി ഫൊറോന ദേവാലയം. 1912 മുതൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ ദർശന തിരുനാൾ ഇവിടെ സാമോദം ആഘോഷിക്കുന്നു. ഈ ഇടവകയുടെ മധ്യസ്ഥരായ വിശുദ്ധ പൂജരാജാക്കന്മാർ ഈ നാടിന് അനുഗ്രഹവും സംരക്ഷണവും പ്രകാശവുമായി ഈ ദേവാലയത്തിൽ ഇന്നും നിലകൊള്ളുന്നു. ക്രിസ്തുവിനെ തേടി കണ്ടെത്തിയ പൂജരാജാക്കന്മാർ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിലേക്ക് വഴി നടത്തട്ടെ. ഈ ദേവാലയത്തിലെ ദനഹാവിശേഷങ്ങളിലേക്ക് നമുക്കും യാത്ര തുടരാം. കോതമംഗലം രൂപതയിലെ അതിപുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് മൂവാറ്റുപുഴയിലുള്ള വിശുദ്ധ പൂജരാജാക്കന്മാരുടെ നാമത്തിലുള്ള ഹോളി മാഗി ഫൊറോന ദേവാലയം. ഈ ദേവാലയം സ്ഥാപിതമാകുന്നത് 1820 ജൂലൈ 22-ാം തീയതിയാണ്. ഇതിൻ്റെ തലപ്പള്ളി എന്ന് പറയുന്നത് ആരക്കുഴ വിശുദ്ധ മറിയത്തിൻ്റെ പേരിലുള്ള ദേവാലയമാണ്. മൂവാറ്റുപുഴ എന്ന പേരുകൊണ്ട് തന്നെ അർത്ഥമാകുന്നത് 3 നദികളുടെ സംഗമ സ്ഥലമാണ്. കോതയാർ, കാളിയാർ, തൊടുപുഴ എന്നീ 3 നദികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ് മൂവാറ്റുപുഴ. ആ ത്രിവേണി സംഗമത്തിൻ്റെ കരയിൽ അങ്ങാടി നിലകൊള്ളുന്നു. ഈ അങ്ങാടിയിൽ ഒരു കുരിശുപള്ളി സ്ഥാപിതമാകുന്നു. 1912 ആഘോഷമായിട്ടുള്ള പൂജരാജാക്കന്മാരുടെ നാമത്തിലുള്ള ദനഹ തിരുനാൾ ആഘോഷിച്ചു വരുന്നത്. അതിനു മുമ്പ് ഈ ദേവാലയം വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലും കോട്ടയം വികാരിയത്തിൻ്റെ കീഴിലും അതിനുശേഷം എറണാകുളം അതിരൂപതയുടെ കീഴിലുമായിരുന്നു. 1957 കോതമംഗലം രൂപത എറണാകുളം രൂപതയിൽ നിന്ന് വിഭജിച്ച് രൂപം കൊള്ളുമ്പോൾ അന്നു മുതൽ ഈ ദേവാലയം കോതമംഗലം രൂപതയിൽ ഉൾപ്പെടുന്നു. ഇവിടെ സ്ഥാപിതമായിട്ടുള്ള വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാൾ വടക്കറിയപ്പെടുന്ന പിണ്ടികുത്തി പെരുന്നാളും അതുപോലെ തെക്കറിയപ്പെടുന്ന രാക്കുളി പെരുന്നാളും ദർശന തിരുനാളും ഒക്കെയായിട്ട് സമന്വയമായിട്ടാണ് ഇവിടെ ജനുവരി 5, 6 തീയതികളിൽ നടക്കുന്ന രാക്കുളി തിരുനാൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും പ്രസിദ്ധവുമായ തിരുനാൾ.
ജനുവരി മാസം 3-ാം തീയതി കൊടിയേറ്റോടു കൂടിയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം 4-ാം തീയതി ഭക്തിനിർഭരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ ആരാധനയും നടത്തപ്പെടുന്നു. 5-ാം തീയതി ആഘോഷമായ വിശുദ്ധ കുർബാനയും ചെറിയ ഒരു പട്ടണ പ്രദക്ഷിണവും നടത്തുന്നുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ നഗരകാണിക്കലും പ്രദക്ഷിണവും ജനുവരി മാസം 6-ാം തീയതിയാണ് നടത്തപ്പെടുക. ദേവാലയത്തിൽ നിന്നും പുറപ്പെടുന്ന തിരുക്കുടുംബത്തിൻ്റെ തിരുസ്വരൂപങ്ങളും അതോടൊപ്പം തന്നെ അങ്ങാടിയിലെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ കപ്പലിൽ നിന്നും പുറപ്പെടുന്ന പൂജ്യരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങളും ദേവാലയ അങ്കണത്തിലെ കുരിശടിയിൽ കണ്ടുമുട്ടുകയും അതിനുശേഷം അവർ ഒരുമിച്ച് ആ അങ്ങാടി കപ്പേളയുടെ മുൻവശത്തോടുകൂടി കച്ചേരിത്താഴം വഴി പൂജ്യരാജാക്കന്മാരുടെ കപ്പേളയിൽ പ്രവേശിച്ച് അവിടെ ഇരുവരും യേശുവിനെ ആരാധിച്ച് ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി കടന്നു വരികയാണ് ചെയ്യുന്നത്. ഈ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് മുഴുവൻ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രം അകമ്പടി സേവിക്കുന്നുണ്ട് എന്നുള്ളത് പരമ്പരാഗതമായി പൂർവികർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന സവിശേഷമായ ഒരു ആചാരമാണ് തിരുനാളിനോട് ചേർന്ന് ചെങ്കോല്, പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയായി സമർപ്പിക്കുക എന്നുള്ളത്. ഉണ്ണീശോയിനെ സന്ദർശിച്ച പൂജ്യരാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മയാണ് ഈ ഒരു ആചാരത്തിലൂടെ പുതുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന, ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന പെരുന്നാളാണ്. ലോകത്തിന് വെളിപ്പെടുത്തുന്ന പ്രകാശമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് ഈ ലോകത്തിലേക്ക് പ്രസരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത്. കാരണം കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് ഞാൻ സ്നേഹമാവുന്നു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യനിലും ഒരു ദൈവികത കണ്ടുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ ഉദയത്തിന്റെ പെരുന്നാളിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അത് എല്ലാ മതത്തിലേക്കും എല്ലാ വ്യക്തിയിലേക്കും പ്രസരിക്കുന്ന ഒരു ഉദയത്തിന്റെ പെരുന്നാളാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ആദ്യകാലത്ത് രണ്ടും ഒരുമിച്ച് കൊണ്ടാടിയിരുന്ന ക്രിസ്തുവിൻ്റെ ഉദയത്തിൻ്റെ പ്രകാശത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയാം. പല നാടുകളിലും പല പേരുകളിലും ഈ പെരുന്നാൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും പിണ്ടിപ്പെരുന്നാളായാലും രാക്കുളിപ്പെരുന്നാളായാലും ദനഹായാലും അതിൻ്റെ ഗ്രീക്ക് പദമായ എപ്പിഫണി ആയാലും എല്ലാം ഇത് ഉദയത്തിൻ്റെ പെരുന്നാളാണ്. ക്രിസ്തു ഈ ലോകത്തിൽ ഉദിച്ചു, അല്ലെങ്കിൽ രക്ഷകൻ ഈ നാട്ടിൽ ജനിച്ച് എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുന്ന ഒരു ഉദയത്തിൻ്റെ പെരുന്നാളായിട്ട് ഈ പെരുന്നാളിനെ നമുക്ക് കാണാം. ആ പെരുന്നാൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ക്രിസ്തു ജനിച്ച് സ്നേഹത്തിൻ്റെയും നന്മയുടേതുമായ ഒരു പെരുന്നാളായിട്ട്, ഈ ലോകത്തെ മാറ്റിയെടുക്കുന്ന പെരുന്നാളായിട്ട് ഈ പെരുന്നാൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലുള്ള, അല്ലെങ്കിൽ കുന്നംകുളം നസ്രാണികളുടെ പേരിലുള്ള എല്ലാവിധ ദനഹാ പെരുന്നാൾ, പിണ്ടിപ്പെരുന്നാളിൻ്റെ ആശംസകൾ.